welcome to my channel. അപ്പോൾ ഇന്നിതാ നമ്മൾ നമ്മുടെ 6th ലെസണിലേക്ക് പോവുകയാണ്. നമ്മൾ 5th ലെസൺ അവിടെ വെച്ചിരിക്കുകയാണ്. കാരണം എക്സാം ഒക്കെ ആവുന്നതുകൊണ്ട് കുറേ ആൾക്കാർ ഈ തെർമോഡൈനാമിക്സിന് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് തെർമോഡൈനാമിക്സ് ആദ്യം ചെയ്യണത് കേട്ടോ. അപ്പം ടെക്സ്റ്റ് തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ ലെസൺ പഠിക്കേണ്ടെന്ന് വിചാരിച്ചു പോകും. അത്രയും വലിയൊരു ലെസനാണ്. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ പറയണ പോലെ ബേസൊക്കെ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ലെസൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് തെർമോഡൈനാമിക്സ് കേട്ടോ. ഇതിൽ ആദ്യം ഈ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഇതിൽ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എല്ലാം അറിയാമല്ലോ എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിൽ ഓരോ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം, വലിയ മാർക്കിനോ ചോദിക്കാൻ പറ്റിയ ഇഷ്ടമാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. എന്നാലും ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നത് ഇവിടുന്ന് മാത്രം പഠിച്ച് തീർത്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞല്ലോ. അപ്പം എന്താണ് തെർമോഡൈനാമിക്സ്? ആ വേർഡ് നോക്കൂ, തെർമോ. നമ്മൾ ഫിസിക്സിലൊക്കെ നല്ലോണം പഠിക്കുന്ന ഒരു കാര്യം തെർമോ. പിന്നെ അടുത്ത വേർഡ് ഡൈനാമിക്സ്. സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആൻഡ് ഡൈനാമിക്സ് മീൻസ് ഒരു മൂവ്മെൻറ്റ് അല്ലേ, ഫ്ലോ. അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഫ്ലോ ഓഫ് ടെമ്പറേച്ചർ അങ്ങനെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ വലിയ വലിയ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട് തെർമോഡൈനാമിക്സ്. നമുക്ക് നമ്മുടെ മനസ്സിലാക്കുന്ന ഒരു +1കാരന് മനസ്സിലാവേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. തെർമോഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റിനും ടെമ്പറേച്ചറിനും ഡീൽ ചെയ്യുന്ന ഒരു സയൻസിൻ്റെ ഒരു ബ്രാഞ്ച്. ആൻഡ് ദ ഇൻ്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. തെർമോഡൈനാമിക്സ് എന്ന സയൻസിലൊരു ബ്രാഞ്ച് വിത്ത് ഡീൽസ് ഏറ്റവും സിമ്പിളായിട്ടാണ്. വലിയ വലിയ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം. അവർ തെർമോഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ദ ഇൻ്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. അതായത് എനർജീൻ്റെ ഇൻ്റർ കൺവേർഷനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഒരു ബ്രാഞ്ചാണ്, സയൻസിലൊരു ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ തെർമോഡൈനാമിക്സ് എന്തിനാ ഏതിനാ അതിൻ്റെ അതൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല. ഇനി നമ്മൾ നേരെ നമ്മുടെ ഓരോ ഇതിലെ തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കോൺസെപ്റ്റ്സിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് മെൻ ബൈ യൂണിവേഴ്സ്. യൂണിവേഴ്സിന് വലിയ വലിയ ഡെഫിനിഷൻസ് ഒന്നും പറയണ്ട. ഞാൻ ഇവിടേക്ക് ആവശ്യമുള്ള കുഞ്ഞു കാര്യം പറയുകയാണ്. ദ പാർട്ട് ദാറ്റ് ഇസ് സറൗണ്ടിങ് അസ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ യൂണിവേഴ്സ്. ദ പാർട്ട് ദാറ്റ് സറൗണ്ട് അസ് ഇസ് കോൾഡ് എസ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ചെറിയ ഡെഫിനിഷൻ ഞങ്ങൾ വലിയ വലിയ ഡെഫിനിഷൻ അതൊന്നും പറയണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ട് പറയണേ. ദ പാർട്ട് ദാറ്റ് സറൗണ്ട്സ് അസ് ഇസ് കോൾഡ് എസ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൽ ഇപ്പം നമ്മളിവിടെ എന്താ പഠിക്കാൻ പോകുന്നത്? ഞാൻ വലിയ ജിയോഗ്രഫി ഒന്നും അല്ല എടുക്കാൻ പോകുന്നത്, ഞാൻ കെമിസ്ട്രിയാണ്. അപ്പം നമ്മൾ കുഞ്ഞായിട്ട് ഈ യൂണിവേഴ്സിൽ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. നമ്മൾ എന്താ കെമിസ്ട്രി ചെയ്യുക? റിയാക്ഷൻസ്, എക്സ്പെരിമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുക. അപ്പോൾ കെമിസ്ട്രി പരമായിട്ട് നമ്മൾ യൂണിവേഴ്സിൽ 2ആയിട്ട് തിരിക്കുകയാണ്. എന്താണ്? 1 ഇസ് കോൾഡ് എ സിസ്റ്റം ആൻഡ് 1 ഇസ് കോൾഡ് എ സറൗണ്ടിങ്. എന്താണ്? ഒന്ന് സിസ്റ്റം എന്നും സറൗണ്ടിങ് എന്നും. അപ്പം ഞാൻ എൻ്റെ ഒരു ലബോറട്ടറി ആണെന്ന് വിചാരിക്കുക. ഇതൊരു ലബോറട്ടറി. ഞാനിവിടെ ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ നടക്കാൻ പോവുകയാണ്. ഒരു റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഹാവ് ടേക്കൺ 1 ടെസ്റ്റ് ട്യൂബ്. ഇൻസൈഡ് ദാറ്റ് സം കെമിക്കൽസ് ആർ ഐ എം ഗോയിങ് ടു കണ്ടക്ട് സം എക്സ്പെരിമെൻറ്റ്. ഇതാണ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന ആളല്ലേ, ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ആള്. അപ്പം ദ പാർട്ട് ഓഫ് ദി സിസ്റ്റം, ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദാറ്റ് പാർട്ട് ഇസ് നോൺ ആസ് സിസ്റ്റം. എന്താണ്? ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ആളെയാണ് പഠിക്കാൻ പോകുന്നത്. ആ പാർട്ട് അത് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ. നമുക്കറിയാം ഓൾ ദാറ്റ് സറൗണ്ട്സ് അസ് ഇസ് കോൾഡ് എസ് യൂണിവേഴ്സ്. ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് പാർട്ട് ഇസ് നോൺ ആസ് സിസ്റ്റം. ഞാൻ ഏത് ഭാഗത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അതാണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എന്തായിരിക്കും? സറൗണ്ടിങ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി പാർട്ട് അതർ ദാൻ ദി സിസ്റ്റം ഇസ് കോൾഡ് ആസ് സറൗണ്ടിങ്. അപ്പോൾ എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്? ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് കോൾഡ് ആസ് ദി സിസ്റ്റം ആൻഡ് ദി പാർട്ട് അതർ ദാൻ ദി സിസ്റ്റം, സിസ്റ്റം അല്ലാത്ത എല്ലാം എന്താണ്? അതിൻ്റെ സറൗണ്ടിങ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീടിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എൻ്റെ ഈ വീടാണ് സിസ്റ്റം. അതിൻ്റെ ചുറ്റുമുള്ള നെയ്ബർഹുഡ്, അതിൻ്റെ ചുറ്റുമുള്ള റോഡ് വഴികളൊക്കെ എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് ഇറ്റ്സ് സറൗണ്ടിങ്. സോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ്, നമ്മൾക്ക് കെമിസ്ട്രിക്കാരെ കാര്യത്തിലായിട്ടോ പറയുന്നത്, ഇതിനൊക്കെ വലിയ വലിയ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് മേക്ക് a universe. That is, system is the part of the universe which is under investigation and surrounding is the part which is other than the system. ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും
ഡിവൈഡ് ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ബൗണ്ടറി അല്ലേ. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയും, ആ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനെയും ഒരു ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അവിടെ. എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് ദി ബൗണ്ടറി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത്. എന്താണ് യൂണിവേഴ്സ്, എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്. ഈ യൂണിവേഴ്സ് സിസ്റ്റം ഇതൊന്നും അല്ല യൂണിവേഴ്സ്, വലിയ വലിയ ഘോര ഡെഫിനിഷൻസ് ഒന്നും എഴുതി വെക്കണ്ട, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ഇനി സിസ്റ്റങ്ങൾ തന്നെ ഇപ്പം നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാലോചിച്ചിട്ട് വേണം കേട്ടോ. ഈ സിസ്റ്റം തന്നെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വി ആർ ക്ലാസിഫൈങ് ദ സിസ്റ്റം ഇൻ ടു ഓപ്പൺ, ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ ഏത് കുഞ്ഞു കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് മെൻ ബൈ ആൻ ഓപ്പൺ സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റിഗേഷനിൽ അതായത് പഠിക്കുന്ന ഒരാളാണ് അല്ലേ, എന്തോ പഠിക്കുകയാണ് എന്തിന്. ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഞാൻ ഒരു ബീക്കറിൽ വെള്ളത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനൊരു ബീക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഐ എം ടെല്ലിങ് ദാറ്റ് ദിസ് സിസ്റ്റം ഇസ് എൻ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ചൂടുള്ള വെള്ളം ഞാൻ ബീക്കറിൽ വെച്ചിട്ടുണ്ട്, അത് തുറന്ന് വെച്ചിരിക്കുക, അത് അടയ്ക്കാനൊന്നും ചെയ്തിട്ടില്ല. അവിടെ എന്താ നടക്കുന്നത്? ഹിയർ ദി എക്സ്ചേഞ്ച് ഓഫ് എന്ത് നടക്കാൻ പറ്റും? മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് സറൗണ്ടിങ് ആയിട്ട്, ഇവിടെ ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ എനർജി, അതായത് ഹീറ്റാണ് അവിടുത്തെ എനർജി, ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് സറൗണ്ടിങ് ആയിട്ട്. ആൻഡ് ദ മാറ്റർ എന്ന് പറഞ്ഞാൽ വെള്ളം, അതിങ്ങനെ ആവിയായിട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ അതിന് അടച്ചൊന്നും വെച്ചില്ല. സോ എൻ ഓപ്പൺ സിസ്റ്റം ഇസ് ദ സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് ദി എനർജി and the matter or the exchange of energy and matter take place between the system and surrounding. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഈ എനർജിയും മാറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വാട്ടർ വേപ്പർ അങ്ങോട്ട് പോകുന്നുണ്ട്, അല്ലെ വെള്ളം വാട്ടർ വേപ്പറായിട്ട് പോകുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റ് വേണമെങ്കിൽ ഇതിൽ വന്നിരിക്കാം. പിന്നെ എന്ത് സംഭവിക്കാം? ഡസ്റ്റ് പാർട്ടിക്കിൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്ററും എന്താണ് എനർജി, അതേപോലെ ടെമ്പറേച്ചർ ഇവിടുന്ന് കൂടിയ ടെമ്പറേച്ചർ ആയിരുന്നു, അതിങ്ങനെ പുറത്തത്തെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അവിടെ വേരിയേഷൻ വരും. സോ വാട്ട് ഇസ് മീൻ ബൈ ആൻ ഓപ്പൺ സിസ്റ്റം? ആൻ ഓപ്പൺ സിസ്റ്റം ആർ ദോസ് ഓപ്പൺ സിസ്റ്റം ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് ദി എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ആൻഡ് എനർജി ടേക്ക് പ്ലേസ്. എനർജിയും മാറ്ററും, ഇതാണ് ഓപ്പൺ സിസ്റ്റം. ഇനിയിപ്പോൾ ഇതെന്താ? ഒരു ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ എന്തിൻ്റെ എക്സ്ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ? ഇവിടെ എനർജിയും മാറ്ററും നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചൂടാക്കിയ വെള്ളം ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടാണ് ഞാൻ അതിനെപ്പറ്റി പഠിക്കുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദ വാട്ട് എനർജീസ് ഹിയർ? ഓൺലി ദി എക്സ്ചേഞ്ച് ഓഫ് എനർജി ഈസ് ടേക്കിംഗ് പ്ലേസ്. എനർജീൻ്റെ എക്സ്ചേഞ്ച്, അതായത് ചൂട് വേണമെങ്കിൽ അല്ലേ, ചൂട് നമുക്ക് പുറത്തത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ മാറ്റർ പുറത്ത് പോകുന്നുണ്ടോ? ഇല്ല. മാറ്റർ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇതിലുള്ള സബ്സ്റ്റൻസ് പുറത്ത് പോകുന്നില്ലല്ലോ. So this is called as closed system. So what is meant by closed system? A system in which there is only the exchange of energy take place. അവിടെ എന്തില്ല? എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ഇസ് നോട്ട് ടേക്കൺ. സോ ക്ലോസ് സിസ്റ്റം ഇസ് ദോസ് ഇൻ വിച്ച് ദി എക്സ്ചേഞ്ച് ഓഫ് എനർജി ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ബീക്കറിലെ വെള്ളം ഞാൻ നല്ലൊരു തെർമോ ഫ്ലാസ്കിലാണ് വെച്ചത്. തെർമോ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ചൂട് കാപ്പി ചായയൊക്കെ കൊണ്ടുവന്ന് നല്ല ഫ്ലാസ്കിൽ നമ്മൾ ഈ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ല, നമ്മൾ സ്കൂൾസിലൊക്കെ ഇപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് ഹോട്ട് വാട്ടറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നിങ്ങളുടെ ഈ ഫ്ലാസ്ക്, നമ്മുടെ ഈ സാധാരണ പ്ലാസ്റ്റിക് ഫ്ലാസ്ക് അല്ല, ഉള്ളിൽ നല്ല സീൽഡ് ആയിട്ടുള്ള നല്ല ഫ്ലാസ്ക്, ചൂടൊക്കെ ഒരു ചൂട് പോകാത്ത ഫ്ലാസ്കില്ലേ, തെർമോ ഫ്ലാസ്ക്. നൗ ഐ ആം ക്യാരിങ് ഔട്ട് മൈ എക്സ്പെരിമെൻറ്റ് ഇൻസൈഡ് എ തെർമോ ഫ്ലാസ്ക്. അതായത് അവിടെ എന്ത് നടക്കുന്നില്ല? ദർ ഇസ് നൈദർ ദി എക്സ്ചേഞ്ച് ഓഫ് matter nor the exchange of energy take place. Such systems are known as isolated system. ഈ വാക്ക് ഇപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ നന്നായിട്ട് അറിയുന്നൊരു വാക്കാണ്. പണ്ട് ഈ ഐസൊലേഷൻ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പം നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ ചുറ്റും ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നായിരിക്കും ഒരാളൊരു വീട്ടിലൊരാൾ ഐസൊലേറ്റഡ് ആവും. എന്തുകൊണ്ട്? നമുക്കറിയാം കോവിഡിൻ്റെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട 1-2 വാക്കാണിത്. ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുക, ആരടുത്തും ഇല്ലാതെ, ആരുമായിട്ടൊരു ബന്ധത്തിലും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുക, അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇയാളും എന്താ? ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ്, അവരുടെ അടുത്ത് ഈ ഐസൊലേറ്റ് ആയ ആൾക്കടുത്ത് നമ്മൾ പോകൂല, കാണൂല, നമ്മൾ അവരുടെ അടുത്ത് ഒരു സാധനം വാങ്ങുന്നില്ല, അവർ നമുക്കൊരു സാധനം തരുന്നില്ല. അതുതന്നെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. മീൻസ് ദ സിസ്റ്റം നൈദർ എക്സ്ചേഞ്ച് മാറ്റർ നോർ എക്സ്ചേഞ്ച് ദ energy with the system and surrounding. So system can be classified into 3 types: open, closed and isolated system. Open systems are those systems in which there is exchange of both energy and matter take place. Closed systems are those in which only the exchange of energy take place between the system and surrounding, nor the exchange of, there is no exchange of matter
whereas isolated systems are those systems in which there is an exchange of both the matter and the energy with the surrounding. അപ്പോൾ അതാണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് എന്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. നിങ്ങളോട് ചോദിക്കില്ലേ, നിങ്ങൾക്ക് എക്സാം ഒക്കെ ആവാനാകുമ്പം നിൻ്റെ അവസ്ഥ എന്താണ്, അതായത് ഇപ്പോൾ വീട്ടിൽ ചോദിക്കുന്ന നിൻ്റെ അവസ്ഥ എന്താണ്, വല്ലതും പഠിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് നമ്മൾ സിസ്റ്റത്തിനോട്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം? സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. ഇവിടെ ഇപ്പോൾ സിസ്റ്റം പഠിച്ചോന്നൊന്നല്ല ചോദിക്കുക. ആ സിസ്റ്റം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബീക്കറിൽ ഒരു കെമിക്കലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് എന്താ എൻ്റെ കണ്ടീഷൻ? ദ സിസ്റ്റം ഓഫ് എ സിസ്റ്റം മീൻസ് ദ കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രെസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. നമ്മൾ പറയില്ലേ 110 കെൽവിനുള്ള അല്ലെങ്കിൽ എത്രയാണ് 220 ml ആയിട്ടുള്ള, അങ്ങനെ ദാറ്റ്സ് ദി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അതാണ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ഇസ് ദ കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അവരുടെ അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ അപ്പോഴുള്ള അവസ്ഥ, അതിനാണ് എന്താ പറയുക നമ്മൾ ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഈ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പല ഇതാണ്. ഐ ക്യാൻ എക്സ്പ്രസ് ദം ഇൻ ടെമ്പറേച്ചർ, ഇന്ന ടെമ്പറേച്ചറിൽ, ഇന്ന പ്രഷറിൽ, ഇന്ന വോളിയത്തിൽ, ഇത്ര എമൗണ്ട് ഓഫ് എനർജിയിൽ. ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിനെ എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒരു ടെമ്പറേച്ചറോ ഒരു പ്രഷറോ എന്തെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറിയില്ലേ അല്ലേ? ഇപ്പം ഇത് നല്ല ലിക്വിഡായി നിൽക്കുന്ന ആളെ ഞാൻ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് പറ്റും? ഇറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ അതെന്താ, അതിൻ്റെ സ്റ്റേറ്റ് അപ്പോഴുള്ള അവസ്ഥ മാറിയില്ലേ? സോ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് വേരിയബിൾസ് മീൻസ് if any of these properties changes, the state of the system changes. If any of these properties which describe the state of the system changes, the state of the system changes, and that variables or that properties are we call it as state variables. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം എന്നൊക്കെ പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. ബിക്കോസ് അതിൽ ഏതെങ്കിലും ഒരാൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ് തന്നെ മാറിപ്പോകും. അവരെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ദർ ആർ സർട്ടൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ടെമ്പറേച്ചർ, പ്രഷർ, ദേ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? സിസ്റ്റത്തിൻ്റെ തുടങ്ങുമ്പോഴുള്ള കണ്ടീഷനും അവസാനിക്കുന്നുള്ള കണ്ടീഷനും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ് ഫങ്ഷൻ. എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അപ്പോൾ ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എ എന്നൊരാളെ പറഞ്ഞ ഒരാളുണ്ട്. അവരുടെ വീട് ഇങ്ങനെയാണ്. ഇതിങ്ങനെ സ്ട്രെയിറ്റ് റോഡിനും പോവാം, ഇങ്ങനെ വളഞ്ഞിട്ടും പോകാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 140 മീറ്റർ ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് എത്ര ഒരു 90 മീറ്ററേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഈ പോകുന്ന, അതായത് ഇപ്പം 2 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. എ എന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ബി എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, സി എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്. അപ്പോൾ ബി എന്ത് പറയും, ഞാനും രണ്ടാളും ഒരേപോലെ പറയും നമുക്ക് പോവാന്ന് പറയും. പക്ഷേ ബി നേരെ വഴി കൂടെ പോകും, സി ഈ വഴി കൂടെ പോകും. അപ്പോൾ ഈ എത്ര നാൾ വരും, എത്ര നടന്നു, ഞാൻ ഇത്രയും ദൂരം നടന്നെന്ന് പറയും. അപ്പോൾ സി പറയും ഇല്ല, ഞാൻ അത്ര ദൂരം നടന്നില്ലല്ലോ, ഞാൻ ഇത്രയല്ലേ നടന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ആ ഡിസ്റ്റൻസിന് എന്താണ്, ആ പാത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യും. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഇസ് മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റും. അല്ലാതെ അത് ഏത് വഴി കൂടെ വന്നതെന്നൊന്നുമല്ല. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതന്നെയാണ് ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ വേരിയബിൾസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദറ്റ് സിസ്റ്റം. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ഹാസ് അറ്റൈൻഡ്. അതായത് ഒരു സിസ്റ്റത്തിനെ നോക്കുമ്പോൾ ചില ഫങ്ഷൻസ് ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യലിയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അല്ലാതെ ആ ടെമ്പറേച്ചർ ഇങ്ങനെ എത്താൻ വേണ്ടി, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഫ്രണ്ട്സിന് വെള്ളം തന്നു, വെള്ളമല്ല ഏതെങ്കിലും ഒരു കെമിക്കൽ കോമ്പൗണ്ട് തന്നിട്ട്, അപ്പോൾ നിങ്ങൾ രണ്ടാളും എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഇറ്റ് വാസ് അബൌട്ട് 70 ഡിഗ്രി. സോ ദ ടീച്ചർ വാസ് ടെല്ലിംഗ് ദാറ്റ് വി നീഡ് ഇറ്റ് ടു ബി അറ്റ് 100 ഡിഗ്രി. നമുക്ക് ഈ ടെമ്പറേച്ചറിൽ പോരാ ഈ ലിക്വിഡ്, നമുക്ക് റിയാക്ട് ചെയ്യാൻ ഇതൊരു 100 ഡിഗ്രി വേണമെന്നുള്ളത്. അപ്പോൾ ഇയാൾ വേഗം പോയിട്ട് നോർമൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട്, നമ്മുടെ ലാബിലുള്ള ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി.
ഇയാൾ എന്ത് ചെയ്ത് ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സാധാരണ ചെറുതായി ഇങ്ങനെ വേവ് ചെയ്തിട്ടൊക്കെ ഹീറ്റ് ചെയ്തു. 100 ഡിഗ്രി എത്തി. ഇതും 100 ഡിഗ്രി എത്തി. ടീച്ചർ ചോദിക്കും ബോത്ത് ഓഫ് യു ഹാവ് അറ്റൈൻഡ് 100 ഡിഗ്രി എത്തി. അല്ലാതെ ടീച്ചർ ചോദിക്കുക ഹൗ ആദ്യം 70 നിങ്ങൾ എങ്ങനെ എത്തി? അവിടെ ഒന്നുമില്ല. ജസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ദി ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്. അതെങ്ങനെ എത്തിച്ചു എന്നുള്ളത് ആർക്കും അവിടെ ഒരു ഫാക്ടർ അല്ല. നിങ്ങൾ ഏത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ എത്തിച്ചു എന്ന് ആരും ചോദിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് എന്ത് ചെയ്യാം, ഈ 70 ഉള്ളത് 100 ആക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ഇസ് അറ്റൈൻഡ്. അതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം state of a system തന്നെ the condition of the system which can be described with a pressure, temperature, volume. If any of these system, അതായത് any of these properties varies, the state of the system എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു ടെമ്പറേച്ചർ പ്രഷറിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന്. അതിൽ തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻസും ഉണ്ട്, പാത്ത് ഫംഗ്ഷൻസും ഉണ്ട്. സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആർ ദോസ് ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ഈസ് അറ്റൈൻഡ്. അതിനനുസരിച്ച് ദർ ആർ സം പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി path through which it is attained and that functions are known as path function. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും, path function എന്ന് പറയും. path function, and that example is for path function is work, heat എന്നൊക്കെ പറയുന്നത് എന്താണ്, it is path function. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളാണ്. എന്താണ്? ഫസ്റ്റ് വൺ ഇസ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം ആൻഡ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. ഇതൊക്കെ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഓരോ ടേംസ് ആട്ടോ. അപ്പോൾ നന്നായി അറിഞ്ഞിരിക്കണം എന്താണ് മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും. ആ വേർഡ് തന്നെ മൈക്രോസ്കോപ്പിക്കിൽ തന്നെ വളരെ ചെറിയ സാധനങ്ങൾ, മാക്രോ എന്ന് തന്നെ വലുത്. അതുതന്നെയാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സിസ്റ്റം. സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നിങ്ങൾ വേഗം വല്ല ചെറിയ ബീക്കറോ വല്ല ടെസ്റ്റ് ട്യൂബൊക്കെ ആലോചിച്ചാൽ മതി. അപ്പം മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിന് ഡിപ്പെൻസ് എന്തിനാ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ എത്ര ഉണ്ട് ആ സിസ്റ്റത്തിൽ, അതിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വൺ ഈസ് കോൾഡ് ആസ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ് ആർ ദോസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എമൗണ്ട് അതിൽ വളരെ കുറവായിരിക്കും മൈക്രോസ്കോപ്പിക്കിൽ. മാക്രോസ്കോപ്പിക് മീൻസ് the system consists of large or bulk amount of substances will be present inside that system. അങ്ങനെയാണ് സിസ്റ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അതിലുണ്ടായിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ട് മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും. നമ്മൾ ഈ തെർമോഡൈനാമിക്സിൽ മൈക്രോസ്കോപ്പിക് സിസ്റ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി ദ തെർമോഡൈനാമിക്സ് മെയിൻലി ഡീൽസ് ഓൺ മാക്രോസ്കോപ്പിക്. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിൽ ബി പ്രസൻറ്റ് വിൽ ബി ഇൻ ലാർജ്. സിസ്റ്റത്തിലുള്ള സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അങ്ങനെ മൈക്രോസ്കോപ്പിക്കും ഉണ്ട് മാക്രോസ്കോപ്പിക്കും ഉണ്ട്. ആൻഡ് ദ സിസ്റ്റം അപ്പോൾ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിന് ആ ഒരു സിസ്റ്റത്തിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ. ആ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സിസ്റ്റം ഇസ് നോൺ ആസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ടുള്ളൊരു ഗ്യാസ്, ഞാൻ പഠിക്കാൻ പോകുന്നത് ഒരു എമൗണ്ട് ഓഫ് ഗ്യാസിനെയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് പറയും, മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി മാക്രോസ്കോപ്പിക് സിസ്റ്റംസ് ആർ കോൾഡ് ആസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയായിരിക്കും മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്? അതായത് ഇപ്പം ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി, പിന്നെ ഗിബ്സ് എനർജി. ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ്, പഠിക്കാൻ പോകുന്നത്. ഗിബ്സ് എനർജി ഉണ്ട്, എൻട്രോപ്പി ഉണ്ട്, അതിൻ്റെ വോളിയം, അതിൻ്റെ ലെങ്ത്, അതിൻ്റെ ബ്രെഡ്ത്ത്, അതൊക്കെ എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനത്തിൻ്റെ ഇതൊക്കെ അതിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മാക്രോസ്കോപ്പിക് സിസ്റ്റം ഇസ് നോൺ ആസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, പിന്നെ അതിൻ്റെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ്, നമുക്കതിൻ്റെ വിസ്കോസിറ്റി, ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെ ഇതൊക്കെ എന്തായിട്ട് നമുക്ക് പറയാം, ഇറ്റ്സ് കോൾഡ് ആസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. സോ വാട്ട് ഈസ് മീൻ ബൈ മാക്രോസ്കോപ്പിക് സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ ബൾക്ക് amount of particles are known as macroscopic system, and the properties of that system is known as macroscopic. Properties of the macroscopic substances are called as macroscopic properties. ഇനി ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടേംസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇത് ഈ മാക്രോസ്കോപ്പിക് സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. നമുക്കറിയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇൻറ്റേർണൽ എനർജി, പിന്നെ ഗിബ്സ് ഫ്രീ എനർജി, സർഫേസ് ടെൻഷൻ, ഇതൊക്കെ
ഇതൊക്കെ എന്താണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയാണ്. ഇനി ഈ പ്രോപ്പർട്ടിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എന്താണ് എക്സ്റ്റെൻസീവ്? ഇത് എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. തെറ്റിപ്പോവാതിരിക്കാനുള്ള കോഡ് വരെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റത്തിൻ്റെ വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ദി സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സിസ്റ്റം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി, അതായത് ടെമ്പറേച്ചർ പ്രഷർ ഏതാണോ ആ പ്രോപ്പർട്ടി എന്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഇൻഡിപെൻഡൻറ്റ് എന്നാലോചിച്ച്. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യുക, നമ്മൾ ആരത് ബാധിക്കുന്നില്ല. സോ ഈ പ്രോപ്പർട്ടി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അവിടെ കിടക്കുന്ന ആളൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് ദി സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എത്ര എമൗണ്ട് പ്രസൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് ബാധിക്കുകയില്ല. എക്സാമ്പിൾ: ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, നിങ്ങൾക്കറിയാം വെള്ളത്തിനൊരു സർഫസ് ടെൻഷൻ ഉണ്ട്. അത് 5 ml വാട്ടർ ആയാലും 10 ml വാട്ടർ ആയാലും 100 ml വാട്ടർ ആയാലും സർഫസ് ടെൻഷനിൽ മാറ്റം ഉണ്ടോ? വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ, അല്ലാതെ 5 ml ഒരു സർഫസ് ടെൻഷൻ, 10 ml ഇല്ല. ഈ പ്രോപ്പർട്ടി അവിടെ എമൗണ്ടിന്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇനി ടെമ്പറേച്ചർ, ഒരു ഗ്ലാസ് വെള്ളം അത് 100 അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് 100 ഡിഗ്രിയാണ്. ഇനി അത് ബോയിൽ ആവാൻ വേണ്ട ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു പാത്രത്തിൽ ഇതിലിപ്പോൾ 100 ml വാട്ടർ ഉണ്ട്, ഇതിൽ 500 ml വാട്ടർ ഉണ്ട്. ഇതിനൊക്കെ ബോയിൽ ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു വോള്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇല്ല. വെള്ളം തിളയ്ക്കണമെങ്കിൽ, വെള്ളം ബോയിൽ ആവണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 1 ഡ്രോപ്പ് വെള്ളമാണെങ്കിലും 10 ഡ്രോപ്പ് വെള്ളമാണെങ്കിലും 100 ഡ്രോപ്പ് വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ ടാങ്ക് നിറയെ വെള്ളം ആയിക്കോട്ടെ, അതിന് ബോയിൽ ആവാൻ എത്ര ടെമ്പറേച്ചർ വേണം? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിൻ്റെ മാറ്ററിനെ, അല്ലാതെ ഈ ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഉള്ളത് കൊണ്ട് അത് 50 ഡിഗ്രി ആകുമ്പോൾ അത് തിളയ്ക്കുമോ? ഇല്ല. ഇറ്റ് ഹാസ് ടു റീച്ച് 100 ഡിഗ്രി സെൽഷ്യസ്, ദെൻ ഓൺലി ഇറ്റ് വിൽ ബോയിൽ. അപ്പോൾ എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ദി സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ടെമ്പറേച്ചർ, പ്രഷർ, അതായത് ഇപ്പോൾ ഒരു 5 ml വെള്ളം നമ്മളെടുത്ത് 10 ml വെള്ളം എടുത്ത്, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രഷർ, അതായത് അത് ആരും ഡിപ്പെൻഡ് ചെയ്യില്ല, എത്ര വോളത്തിലാണെന്നൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡെൻസിറ്റി, സർഫേസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഇതൊന്നും ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ദി സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇൻറ്റേർണൽ എനർജി നമ്മൾ പഠിക്കും കേട്ടോ. എൻതാൽപ്പി, എൻട്രോപ്പിയൊക്കെ നമ്മൾ പഠിക്കുള്ളൂ. ഇതൊക്കെ എന്താണ്? എക്സ്റ്റെൻസ്. ഇവരൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ ഉള്ളിലുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റൻസീവ് എന്ന് ആലോചിക്കുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് ആലോചിച്ചാൽ മതി. സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻസൈഡ് ദി സിസ്റ്റം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം. ക്ലിയർ ആണോ? എന്താണ് ഇൻറ്റൻസീവ്, എക്സ്റ്റെൻസീവ്, മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക്? ഇനി അടുത്ത കുറച്ച് ടേംസ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടേം നന്നായി കേട്ടിരിക്കുന്ന ഒരു ടേമാണ് ഇക്വിലിബ്രിയം. അതായത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ 10th പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. അപ്പോഴാണ് ആ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അടുത്തൊരു ടേം എന്ന് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പം എന്താണ് ഒരു സിസ്റ്റം തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം if its macroscopic properties like temperature, pressure, volume does not change with time. അതായത് ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ, ഇതൊരു സിസ്റ്റമാണ്, ഇത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പം, അതായത് ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, അടുത്തത് തന്നെ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്. ഇവിടെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അവർ ഇക്വിലിബ്രിയത്തില്ല. അവരെ ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും എന്തെന്ന് മാറുന്നില്ല, ടൈമിനനുസരിച്ചിട്ട് മാറുന്നില്ല. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. സോ വാട്ട് ഈസ് മെൻ ബൈ when we can say system is in thermodynamic equilibrium? A system is said to be in thermodynamic equilibrium
if the macroscopic properties does not change with time മാറുന്നതിനനുസരിച്ചിട്ട് അവരെ macroscopic properties മാറുന്നില്ലെങ്കിൽ ആ സിസ്റ്റം തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ഇനി എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്? എന്താണ് എന്താണ് ഒരു പ്രോസസ്? തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അതർ സ്റ്റേറ്റ് ദെൻ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ്, അതിനാണ് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ദാറ്റ് ഇസ് എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ദെൻ ദാറ്റ് ഇസ് കോൾഡ് ആസ് എ പ്രോസസ് ഇസ് ബീങ് ക്യാരിഡ് ഔട്ട് അല്ലേ. അത് തന്നെയാണ് തെർമോഡൈനാമിക്സിൽ. അതായത് ഒരു സിസ്റ്റം അടുത്തൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പം ആ ഒരു പ്രോസസ്സാണ് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക് പ്രോസസ്സ് തന്നെ പലതരത്തിലുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, പലതരത്തിലുണ്ട് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഒന്ന് ഐസോതെർമൽ, പിന്നെ ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക്, സൈക്ലിക്, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ. ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ കേട്ട ടേംസ് ആയിരിക്കും. സോ വാട്ട് ഇസ് മെൻ ബൈ an isothermal process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an isothermal process are those process in which the temperature remains thermal, temperature remains constant throughout the reaction. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അവിടെ ടെമ്പറേച്ചർ, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഇപ്പം T2 എന്ന് പറയുന്ന ഒരു ഫൈനൽ ടെമ്പറേച്ചറും T1 എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്. ഇവരെ ചേഞ്ച് 0 ആണ്. അതായത് ടെമ്പറേച്ചർ ആ ഒരു പ്രോസസ്സിൽ മാറുന്നില്ലെങ്കിൽ then that process is known as isothermal process. So what is meant by an isothermal process? A process in which the temperature remains constant. അതായത് അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ടെമ്പറേച്ചറിൽ ഒരു മാറ്റവും ഇല്ല. തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ടെമ്പറേച്ചറിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ then that process is called as isothermal process. The process which take place without any change in temperature are known as isothermal process. Then what is meant by isobaric? ബാർ റിലേറ്റ് ചെയ്യുന്ന എന്തിനോടാണ്? നമ്മുടെ പ്രഷറിനോടാണ് അല്ലേ. സോ വാട്ട് ഈസ് മീൻ ബൈ ഐസോബാറിക് പ്രോസസ്? ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദി പ്രഷർ ഓഫ് ദി സിസ്റ്റം ഡു നോട്ട് ചേഞ്ച് ദെൻ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഐസോബാറിക്. നമ്മളൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രഷർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ ദെൻ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഐസോബാറിക് പ്രോസസ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഐസോകോറിക്? ടെമ്പറേച്ചർ കഴിഞ്ഞു, പ്രഷർ കഴിഞ്ഞു. അപ്പോൾ കോറിക് എന്ന് വരുന്നത് വോളിയമാണ്. When the thermodynamic process is being carried out, the volume does not change, then that is called as isocoric. ഇത് ഡെൽറ്റ പി ആണ്, ഇത് ഡെൽറ്റ വി is equal to 0. ഈ ഐസോതെർമൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു. Isothermal process are those processes in which there is no change. അതായത് ടെമ്പറേച്ചറിൽ ഒരു മാറ്റമില്ല, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, ബട്ട് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ക്യാൻ ടേക്ക് പ്ലേസ്. ഹീറ്റിൻ്റെ ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, പക്ഷെ എന്ത് പറ്റില്ല, ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അതായത് നമ്മൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാൻ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ടെമ്പറേച്ചർ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റിയാക്ഷനിൽ നമുക്കറിയാം റിയാക്ഷൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സോതെർമിക്കും എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഇസ് ഗിവിങ് ഔട്ട്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഇൻ വിച്ച് നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ ഇസ് അബ്സോർബ്ഡ്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഐസോതെർമൽ സിസ്റ്റം നമ്മളൊരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ഹീറ്റ് എനർജി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഹീറ്റ് എനർജി അവിടെ ഉണ്ടാവുന്നത് നമ്മളത് തണുപ്പിക്കേണ്ടി വരും, പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യണ്ടാവും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നുണ്ടാവും. അപ്പം ഐസോകോറിക് പറഞ്ഞു, ഐസോബാറിക് പറഞ്ഞു, ഐസോതെർമൽ. ഇനി അഡിയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് പ്രോസസ് ആർ ദോസ് പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്രം ദ സിസ്റ്റം ഓർ ടു ദി സറൗണ്ടിങ്. സിസ്റ്റം ടു സറൗണ്ടിങ് അല്ല, സറൗണ്ടിങ് ടു സിസ്റ്റമായിട്ട് ഒരു ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച്, ദർ ഇസ് നോ, ദ സിസ്റ്റം ഇസ് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ഫ്രം ദി സറൗണ്ടിങ്. സറൗണ്ടിങ് ആയിട്ട് നമ്മൾ യാതൊരുവിധ കണക്ഷനും വെക്കാതെ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്രം ദി സിസ്റ്റം ടു ദി സറൗണ്ടിങ് ഓർ വൈസ് വേഴ്സ. such systems are known as adiabatic system. ഇനി എന്താ പറയുക, അഡിയബാറ്റിക് പ്രോസസ് ട്ടോ. ഇനി എന്താണ് സൈക്ലിക് പ്രോസസ്സ്? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എ എന്ന് പറഞ്ഞൊരാൾ റിയാക്ഷൻ നടത്തിയിട്ട് ബി എന്നൊരു പ്രോസസ്സ് ഉണ്ടായി. ബി എന്നാൾ വീണ്ടും സി ആയി, സി മാറി ഡി ആയി, ആൻഡ് ഫൈനലി ഇറ്റ് ചേഞ്ചസ് ഇൻ ടു എ. അതായത് ഒരു പ്രോസസ്സ് ഇങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുക ആൻഡ് ഇറ്റ് മൂവ്സ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് ഫൈനലി ഇറ്റ് റീച്ചസ് ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. സച്ച് പ്രോസസ് ഇസ് നോൺ ആസ് cyclic movement. It's called as cyclic process, a process which is carried out in such a way that it starts from the initial state and it moves through different state, pala state, and finally it reaches to the initial state. Such processes are known as endana
cyclic process. Clear ആയോ? isothermal, isobaric, isochoric, adiabatic. So isothermal തന്നെ constant temperature, baric എന്ന് പറയുമ്പോൾ constant pressure, isochoric എന്ന് പറയുമ്പോൾ constant volume, adiabatic എന്ന് പറഞ്ഞാൽ neither, there will be no exchange of heat with the surrounding or with the system. പിന്നെ നമ്മൾ പറഞ്ഞു സൈക്ലിക്. ഇനി അടുത്ത പറയുന്നത് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. റിയാക്ഷൻ അല്ല, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക് പ്രോസസ്സ്. അപ്പം ഇനി അടുത്ത നമുക്ക് പറയാനുള്ള ഒരു പ്രോസസ്സാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മൾ കുറേ റിയാക്ഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ. ഇനിയിപ്പോൾ നമ്മളത് തെർമോഡൈനാമിക്സിലേക്ക് പറയുന്നത് റിവേഴ്സിബിൾ എന്താ, ഇറിവേഴ്സിബിൾ എന്താ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യും, തെർമോഡൈനാമിക് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്. അതായത് ആ പ്രോസസ്സ് നടക്കാനുള്ളൊരു ഒരു ഫോഴ്സും ഉണ്ട്, അതേപോലെ അത് റിവേഴ്സ് നടക്കാനുള്ള ഒരു ചാൻസ്, ഒരു ഫോഴ്സും ഉണ്ടാവും. ഏതൊരു റിയാക്ഷനും ഒരു ഡ്രൈവിംഗ് ഫോഴ്സും ഉണ്ടാവും, ഒരു ഒപ്പോസിങ് ഫോഴ്സും ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെ മനസ്സ് പറയും പഠിക്കുക, പക്ഷെ നമ്മളെ എവിടുന്നോ തിരിപ്പിക്കാനുണ്ടാവും ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, എന്താണ് ഇപ്പോൾ പഠിക്കേണ്ട. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ധൈര്യമാണ്, എനിക്ക് പഠിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായി, നമ്മളത് അങ്ങോട്ട് ആക്റ്റീവായി, ഇപ്പം നമ്മൾ ഫോർവേഡായി. ഇപ്പം ഞാൻ പഠിക്കാതിരിക്കുകയാണ്, എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് ബുക്ക് തുറന്നിരുന്നു, അതെൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, പഠിക്കണം എന്നുള്ള. മൊബൈൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒപ്പോസിങ് ഫോഴ്സാണ്, എനിക്കത് നോക്കണം. പക്ഷേ ഞാനത് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സാണ് അവിടെ നല്ല പവർഫുള്ളായി നിൽക്കുന്നത് വെച്ചാൽ ഞാൻ ആ മൊബൈൽ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ പഠിക്കും. പക്ഷേ എൻ്റെ ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ന് വെച്ചാൽ ഞാൻ ഈ ബുക്ക് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, ആ വാട്സപ്പ് നോക്കിയിരിക്കും. അപ്പം ഇതേപോലെ തന്നെ ഏതൊരു പ്രോസസ്സ് ക്യാരി ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ഡ്രൈവിംഗ് ഫോഴ്സ് ആൻഡ് ഒപ്പോസിങ് ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സിലും തമ്മിൽ കുറച്ച്, അതായത് ആ ഫോഴ്സിൻ്റെ ഡിഫറൻസ് കുറച്ചാണെങ്കിൽ, ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സിൻ്റെയും ആ ഒരു ഫോഴ്സിൻ്റെ ഡിഫറൻസ് കുറച്ചാണെങ്കിൽ ദ പ്രോസസ് വിൽ ബി റിവേഴ്സിബിൾ. എന്തായിരിക്കും, ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് മുന്നോട്ട് നിൽക്കുന്നതെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, ഒപ്പോസിങ് ഫോഴ്സ് ആണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. പക്ഷേ ഇവർ തമ്മിൽ ഡിഫറൻസ് ചെറുതാണെങ്കിൽ അവിടെ എന്താവും, റിവേഴ്സിബിൾ ആയിരിക്കും. റിവേഴ്സിബിൾ തന്നെ മുന്നോട്ടും പോകും, അതേപടി അത് ബാക്കോട്ടും പോകും. അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ റിവേഴ്സിബിൾ പ്രോസസ്? എ പ്രോസസ് വിച്ച് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻഫിനിറ്റ്ലി സ്ലോലി, വളരെ സ്ലോ ആയിട്ട് നടക്കുകയാണെങ്കിൽ all changes occurring in the direct process can be exactly reversed. അതായത് അവിടേക്ക് ഡയറക്റ്റ്ലി നടക്കുന്ന എല്ലാ പ്രോസസ്സും എക്സാക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ആൻഡ് ദ സിസ്റ്റം റിമെയിൻസ് ഓൾമോസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ്. അതായത് ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഉണ്ട്, പക്ഷേ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അത് റിവേഴ്സും വരുന്നത് കൊണ്ട് അതെന്താവും, സറൗണ്ടിങ്ങുമായിട്ട് ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും ഓരോ സ്റ്റേജിലും. സോ വാട്ട് ഈസ് മീൻ ബൈ റിവേഴ്സിബിൾ പ്രോസസ്? പ്രോസസ് വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് infinitely slowly so that all changes occurring in the direct process can be exactly reversed and the system remains almost in the state of equilibrium with the surrounding at every stage of the process. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്നും പറയും. Irreversible process എന്താ? When the process occurs from the initial to the final stage in a, അതായത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഒരു ഫാസ്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ, ഇനി ഫൈനൈറ്റ് ടൈം, വളരെ കുറച്ച് സമയം കൊണ്ട് നടക്കുകയാണെങ്കിൽ, ആൻഡ് ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് ഒരു പ്രോസസ്സ് അതൊരു വളരെ ഫൈനൈറ്റ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ പെട്ടെന്ന് തന്നെ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അവിടെ ഒരു പ്രോസസ്സിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ദ പ്രോസസ് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് ഇസ് കോൾഡ് ആസ് റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ദ പ്രോസസ് വിച്ച് കനോട്ട് ബി റിവേഴ്സ്ഡ് ആർ കോൾഡ് ആസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇനി എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ എങ്ങനെയാ വെച്ചാൽ സ്ലോലി ആയിരിക്കും, സോ ദാറ്റ് ഈച്ച് പ്രോസസ്സസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനിങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ നമുക്ക് സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉള്ള പോലെ തോന്നും. കാരണം നടക്കുന്നുണ്ടോ വെച്ചാൽ നടക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിവേഴ്സ്ഡ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇറിവേഴ്സിബിൾ, ആ പ്രോസസ്സ് ഒറ്റയടിക്കും നടക്കും, അവിടെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ടൈമേ ഉണ്ടാവില്ല. വെൻ ദ പ്രോസസ് ഒക്കേഴ്സ് ഇൻ ഇനീഷ്യൽ ടു ഫൈനൽ സ്റ്റേജ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഇൻ ഫൈനൈറ്റ് ടൈം ആൻഡ് ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്, ഇറ്റ് ഇസ് ടേംഡ് ആസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? തെർമോഡൈനാമിക്സ് പറഞ്ഞ ലെസണിൽ യൂണിവേഴ്സ് എന്താണെന്ന് ആദ്യം എടുത്തു, സിസ്റ്റം, സറൗണ്ടിങ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, ഇതൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കൂ. മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ദെൻ നമ്മൾ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക്, സൈക്ലിക്, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യം ഇപ്പം തന്നെ പഠിച്ചു പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ കുറച്ചുകൂടെ വലിയ വലിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ നന്നായി പഠിക്കുക. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്തോളൂ. ഓക്കെ, താങ്ക് യു.